ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാബിഷ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇവാനെയും ലസിനെല്ലാം പോയിട്ട് തൂയി വെച്ച് ഇഞ്ചക്ഷൻ വെച്ചില്ലടാ. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെയില്ല, ഫുൾ ആളേട്ടനായിട്ടില്ല. കൈ നയിക്കാം, കൈ എനിക്ക് വേണം. ലസിനുണ്ടല്ലോ, ലസിന് ടോട്ടൽ വെച്ചത് 4 തൂയാണ്, 2 കൈക്കും 2 കാലിലേക്കും. ഓനക്ക് ഏതല്ല ഷീമ അറിയുന്നുണ്ട്. ഏതൊരു ഷീമ ഓനക്ക് തൂയി വെച്ചത് 3 മാസത്തേൻ്റെയും 9 മാസത്തേൻ്റെയും. ഓനക്ക് മറ്റേ ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് തൂയി വെക്കാൻ പറ്റിയിട്ടില്ല. സോ ഇപ്പോൾ വെച്ചിട്ട് അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് 4 തൂയി ഒന്നിച്ച് വെച്ചാൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇല്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പക്ഷേ പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ രാത്രി നല്ല പെയിൻ ഉണ്ടായിന് 2 കാലിലേക്കും. ഓനക്ക് ഒരു കൈക്ക് വെച്ചിനതാകെ ഹെൽത്താക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കുഞ്ഞാപ്പൂരുണ്ടല്ലേടാ ലജി. ഹായ് ആക്കിയത്, ഹായ് ബായ് ആക്കിയത്. ആൻകടായിട്ട് ആൻകടായിട്ട് കുക്കുന്നത് ഷോൾഡർ നൊമ്പലാണ് എൻ്റെ മോന്. ഇവനെ കൈ പൊന്തിച്ച, കൈ പൊന്തിക്കാൻ പറഞ്ഞില്ല. ഇങ്ങനെ പൊന്തിക്ക് നീ എന്തിനാ ഇല്ലപ്പ നൊമ്പലൊന്നും ആവാന. നീ ബാ, ഈനയുടെ നൊമ്പലുള്ളത്. ഓന് ഫുൾ ഓക്കെ ആയിന് അല്ലടാ ചുമട്ട. ഓൻ അത്തായത്തിനെ റെഡി ആയിന്. പിന്നെന്ത് നീ എന്തിൻ്റെ നീ ഓനക്ക് വെച്ചിനത് 4 തൂയി ടോട്ടൽ, 2 കൈക്ക് 2 കാലിലേക്ക്. നീ ആകെ 1 വെച്ചിന കൈക്ക്. എന്ത് നീ എന്ത് നൊമ്പലുള്ള എനിക്ക് പോകുന്നല്ലേ പറഞ്ഞത്. നീ എനിക്കുന്നില്ല നോക്കല്ല. അതാ നോക്ക ചേരി നോക്കല്ല. പുഷ്പരാജ്. അപ്പോൾ ഓക്കെ, നീളുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളെ വീടെല്ലാം ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോൾ അതിൻ്റെ ഹോം ടൂർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഉണ്ടായത് നമ്മൾ ഫർണിച്ചർ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടായ ആ ഒരു വ്ളോഗാണ് മുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് ഉണ്ടല്ലോ എന്തായാലും ഞങ്ങൾ ഒരു മാട്രസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാട്രസ് വാങ്ങിയത് എമ്മ മാട്രസ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലേ വാനു? എമ്മ മാട്രസ് അല്ലേ. അപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഏകദേശം എത്ര ദിവസം കഴിയുമ്പോൾ ഒരു 10 ദിവസം ആയിട്ടുണ്ടാവും അല്ലേ. എമ്മാൻ്റെ പറയുന്നുണ്ടല്ലോ ഈ പാക്കിംഗ് ഇല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ഏകദേശം 54-78 ഒരു 10 ഇഞ്ച് ഹൈറ്റുള്ള ഒരു ബെഡാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത്. അത് വേവ് 2-ൽ. ആ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു ചെറിയ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ വാക്യൂം ആക്കിയിട്ട് വരുന്നതില്ലുമ്പോൾ ഭയങ്കര ഒരു സംഗതി തന്നെ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു തന്നെ കുറേ ബ്രാൻഡ് എല്ലാം ഇങ്ങനെ ഇപ്പോൾ വരുന്നത്. എന്നെങ്കിലും ഇത്ര വലിയൊരു സാധനത്തിൻ്റെ ഉള്ളിൽ വാക്യൂം ആക്കിയിട്ട് വരുന്നില്ല. അൺബോക്സിങ് ആക്കുന്ന ആ സമയത്ത് തന്നെ ഇവാന് സ്കൂൾ വിട്ടിട്ട് എത്തിയത്. അപ്പോൾ ഓന് ഞാനിപ്പോൾ അതിനുണ്ട് നീ വന്നിട്ട് വേണം നമുക്ക്, നീ ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് അൺബോക്സ് ചെയ്യാനെന്നല്ലോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ പാക്കിങ് കണ്ടില്ലെങ്കിൽ ഫുള്ള് ഒരു റോളായിട്ടാണ് ഈ സാധനം വരുന്നുള്ളത്. പിന്നെ അതിന് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി തന്നെ, അതായത് അൺപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ തരുന്നുണ്ട് അമ്മ. ഒരു ബ്ലേഡ് സാധനം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബെഡിന് ഒരു ഡാമേജോ കാര്യങ്ങളോ വരല്ല. കണ്ട എത്രക്കായി നോക്കിയാൽ ഈ സാധനം അങ്ങനെ അൺപാക്ക് ചെയ്തിട്ടായിട്ട്. ഇപ്പോൾ ഇതിന് എന്താക്കണമെന്നുണ്ടെങ്കിൽ ഡീകംപ്രസ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 to 5 hour ഇല്ലേ ഇതിങ്ങനെ വെക്കണം, യൂസ് ആക്കാണ്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറെല്ലാം ഞാൻ റിമൂവ് ചെയ്ത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഫസ്റ്റ് ഒരു ലുക്ക് വരുന്നുള്ളത്. ഇതിങ്ങനെയാണ് കണ്ട. ഇത് കുറച്ചും കൂടി ഒന്ന് ഡീകംപ്രസ് ആവാനുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ചുളിവ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒന്ന് ഇത് കറക്റ്റായിട്ട് ഇതായിട്ടില്ല. ഇത്ര വലിയൊരു പാക്ക് ചെയ്താൽ ഈ പ്ലാസ്റ്റിക്കിലുണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റോളായിട്ടാണ് ഈ സാധനം വരുന്നുള്ളത്. ഇതൊന്ന് റെഡി ആവാനുണ്ട്. പിന്നെ ഇതിന് മുകളിൽ ഈ അമ്മേൻ്റെ ഇതൊരു കവറാണ് വരുന്നത്. നമുക്ക് ഇതിനെ പാക്കിങ് കഴിഞ്ഞെങ്കിൽ വാഷബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ഇത് വരുന്നുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ ടൂളില്ല, ഇതാ എമ്മാൻ്റെ ഇതാണ് ആ സാധനം വരുന്നുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു കാറ്റലോഗും വരുന്നുണ്ട്. യൂസർ മാനുവൽ ഉണ്ടല്ലോ, ആ ഒരു സാധനം കൂടി വരുന്നുണ്ട്. എന്ത് നീ കളിക്കുന്ന? അപ്പം നിന്റെ കൈ നോക്ക് സീമ, നോക്ക്. ലാലേട്ടാ ലാലേട്ടാ വാ ബെഡിൽ കയറിയ നീ, ബെഡിൽ കയറല്ലോ. അത് കയ്യരാ കേറ്റണോ അല്ലേ? കേറ്റുണ്ട് നിന്റെ ബെഡില്. വാ അങ്ങനെ കൈയുത്തല മോനെ വൈരി വാ. ഇല്ല വൈരിക്ക് അടുത്തിരി വാ. ഇതാണ് ബെഡ്. ഇപ്പം ഞങ്ങൾ ഒരു 10 ദിവസമായി ഇപ്പം ഞാനിതാ ഇതെല്ലാം റിമൂവ് ആക്കിയിട്ടുള്ളത്. ബെഡ്ഷീറ്റ് പില്ലോ എല്ലാം റിമൂവ് ആക്കിയില്ല. ബെഡ് നേരെ കാണിക്കാനത്ത് അന്നിപ്പോൾ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അൺബോക്സിങ് ആക്കിയിട്ട് ഏകദേശം 5 to 6 അല്ലെങ്കിൽ 4 to 5 hour ഉണ്ടല്ലോ. ഇത് ഒന്ന് ഡീകംപ്രസ് ആവാനും വേണ്ടിയിട്ട് വെക്കണം. വാക്യൂം ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഡീകംപ്രസ് ആവാനും വേണ്ടിയിട്ട് ഇതിനെന്താക്കണം, ഒരു 4 to 5 hour എന്തായാലും വെക്കണം. ആ വെച്ചതിന് ശേഷമാണ് അമ്മ ഉപയോഗിച്ചത്. അതുകൊണ്ട് നല്ല ഫിറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാം തന്നെ കുറച്ചൊരു സ്പോഞ്ച് പോലെ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഈ ബെഡിൻ്റെ അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മാൻ്റെ ഉണ്ടല്ലോ വേവ് 2 ആണ്. അതായത് കുറച്ച് അൾട്രാ ലക്സറി ബെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാലും ഞങ്ങൾ ഇപ്പോൾ ഇത്ര 4 ആളും ഈ ബെഡിൽ തന്നെയാണ് കിടക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ സാധാരണ ബെഡിനേക്കാളും കുറച്ച് വലുതാണ് ഞാൻ ഈ മാട്രസ് സൈസ് എടുത്തിട്ടുള്ള. അത് കസ്റ്റമൈസ്ഡ് ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ തന്നെ. അത് ഏകദേശം 84-78 ഷെയ്മ
84-78 എന്നുള്ള സൈസിൽ. പിന്നെ 10 ഇഞ്ച് വിഡ്ത്താണ് ഇതിന് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഈ മാട്രസിന്റെ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ഇതിലില്ല മോഷൻ അബ്സോർഷൻ ഫീച്ചർ ഉള്ളതുകൊണ്ടുണ്ടല്ലോ. ഇപ്പോൾ ലെസിനാണെങ്കിൽ ആർന്നോല് ഇങ്ങനെ കളിക്കുന്നുണ്ട്, തുള്ളുന്നുണ്ട്. പക്ഷെ അതിനൊന്നും എഫക്റ്റ് ഈ സൈഡിലേക്ക് എത്തല. ഞാൻ ഇവാനും എന്താക്കുന്നില്ലെങ്കിൽ അന്ന് ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ടെസ്റ്റ് ആക്കി. ആ ടെസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്നല്ലെങ്കിൽ ഭയങ്കര ഒരു കൂളിംഗ് ആണ് ഈ ബെഡ് വരുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ഗുഡ് സ്ലീപ്പിന് ഇത് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇത് കിടക്കുമ്പോഴുണ്ടല്ലോ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് പുറത്ത് ചൂടുണ്ടെങ്കിൽ ബെഡെല്ലാം ചൂടാവലില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെന്നല്ലെങ്കിൽ നല്ല കൂളായി തന്നെ ബെഡ് എപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗുഡ് സ്ലീപ്പിന് ഇത് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേടാ ഇവനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ആക്കി നോക്കതാ. ഈ ചുട്ടേനെ എന്താക്കും അറിയില്ല. തുള്ളു നാക്കതാ ഞാൻ കാണിച്ചിരുന്നേ. അവിടെ ജസ്റ്റ് ഒരു അനക്കെന്നല്ലാണ്ട് അതിന് ഒരു ഡ്രോപ്പ് നമുക്ക് പുറത്ത് വരല. അത്ര ഇവനെ തുള്ളിത്ത് കാണിച്ചു വിട്ടാ. തുള്ളു നല്ല എനിക്ക് തുള്ളു ദാ അവിടെ നോക്ക്. വെച്ചു തുള്ളിയ എന്തായാലും വെച്ചു തുള്ളു. ലസി ബാമോനെ അമ്മ ഒക്കെ കാണിച്ചു വിട്ടാ. ദാ ഇവിടെ ഇങ്ങനെ ആക്കുമ്പോ ദാ അതനുള്ളത് ഇവിടെ എത്ര വേണം തുള്ളി കഴിഞ്ഞെങ്കിലും. പക്ഷെ ഇതാ ആർത്താ വെള്ളം നോക്കിയാൽ ഒരു എഫക്റ്റും ഇല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഷൻ അബ്സോർഷൻ ഫീച്ചർ. അവിടെ വെള്ളം അനങ്ങുന്നില്ല, ഇവനിവിടെ തുള്ളുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതാ ലസീന് നല്ല കൂളായിട്ട് ഇവിടെ കിടന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു ഫീച്ചർ എന്തെങ്കിലും എൻ്റെ മാട്രസ് ഉണ്ടല്ലോ ഇതാ കാണിച്ചു കഴിയുമ്പോൾ 10 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാണെന്ന് അത് ഏത് ഹൈറ്റുള്ള ബെഡിനാണെന്നുണ്ടെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇത് പിടിച്ചു മാറ്റാനാണെന്നുണ്ടെങ്കിലോ ഒരു ഹാൻഡിൽ ഇതാ ഒരു പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഈ ബെഡിനെ നമുക്ക് ഇടുന്ന് പൊന്തിക്കണം എന്താ ഇങ്ങനെ പൊന്തിച്ചാൽ മതി. ജസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മടിയല്ല കൈയിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നേരെ ഒരു ഹാൻഡിൽ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്നറിയോ, ഈ അമ്മ മാട്രസ് ഉണ്ടല്ലോ ഏകദേശം ഒരു 33 കൺട്രീസിൽ അവൈലബിൾ ഉള്ള ഒരു മാട്രസ് ആണ്. പിന്നെ യൂറോപ്പിലുണ്ടല്ലോ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മാട്രസ് ആണ് ഈ അമ്മ മാട്രസ്. പിന്നെ ഇതിലുണ്ടല്ലോ എവോ പ്ലസ് നാനോ സ്പ്രിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടാണ്. അതായത് നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ നല്ല ബാലൻസിങ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ നട്ടെല്ലിനോ കാര്യങ്ങൾക്കോ ഒരു പ്രശ്നമോ അങ്ങനെ ഒന്നും വരില്ല. നമ്മൾ ഇപ്പോൾ കിടക്കുമ്പോഴത്തേക്ക് നമ്മളെ ബോഡിക്ക് എവിടെയാണോ കൂടുതൽ വെയിറ്റ് ഉള്ള അതിനനുസരിച്ചിട്ട് ഇത് ഷേപ്പ് ആവുന്നുള്ളതല്ല. ആ ഒരു സ്പ്രിംഗ് ടെക്നോളജി കംഫർട്ടായിട്ട് നമുക്ക് കടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ വേറൊരു ഹൈലൈറ്റും പറയുന്നുള്ള. പിന്നെ ഇതിലുണ്ടല്ലോ ഡയമണ്ട് ഡിഗ്രി ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്. ടെമ്പറേച്ചറിനെ ബാലൻസ് ചെയ്തിട്ടുണ്ടല്ലോ നല്ലൊരു സ്ലീപ്പ് നമുക്ക് ഇതിൽ കിട്ടും. 7 ലെയേഴ്സ് ആണ് ടോട്ടൽ ഈ മാട്രസിൽ ഉപയോഗിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും കംഫർട്ട് ഈ ബെഡിന് വരുന്നത്. പിന്നെ നമ്മളെ മാട്രസിനുണ്ടല്ലോ 100 days ഉണ്ടല്ലോ ട്രയൽ തരും കമ്പനി. ഇപ്പൊ 100 days ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇൻ കേസ് നിങ്ങൾ ഓർഡർ ആക്കി നിങ്ങൾക്ക് കടന്നു നോക്കി ഒരു 100 days ആവോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്തൊരു കംഫർട്ട് പോലെ ഫീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ റിട്ടേൺ ആക്കാം, റീഫണ്ട് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ 15 കൊല്ലാണ് മാട്രസ് ഇതിന് വാറണ്ടി തരുന്നുള്ളത്. അപ്പൊ പിന്നെ അല്ല സീമ അടിപൊളി സീമ 15 കൊല്ലല്ലേ വാറണ്ടി വരുന്നത്. പിന്നെ അതല്ലാണ്ട് റിട്ടേൺ ആക്കാൻ പറ്റും. അതായത് 100 days ആണ് ട്രയൽ തരുന്നുള്ളത്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞ് ഏകദേശം ഒരു 10-11 ദിവസമായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇൻ കേസ് ഈ ഒരു 100 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ ഇതിന് റിട്ടേൺ ആക്കും. ഒരു 100 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി എന്താക്കും ഇതിന്റെ റിവ്യൂ ഇടല്ലേ സീമ. അല്ല നമുക്ക് അറിയണമല്ലോ 100 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഇൻ കേസ് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന എല്ലാം. അപ്പോൾ ഇതാ ഈ മാട്രസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ചെയ്താക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടിൻ്റെ സൈസ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ ഓരോ സൈസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ കസ്റ്റമൈസ്ഡ് ചെയ്തതിൽ ഞാൻ ഇട്ടത് 84x78x10 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേവ് 2 മാട്രസ് ആണ്. അത് അൾട്രാ ലക്സറി ആണ് ഈ സാധനം വരുന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഓക്കെയാണ് ഞാൻ ഈ മാട്രസിൽ. അപ്പോൾ ഓക്കെ. അപ്പോൾ കുറേ ആളൊരു പരാതി ഉണ്ട്, ലെങ്തി വീഡിയോസ് ഇടുന്നില്ല, കുറച്ച് ദിവസമായിട്ട് ഷോർട്സ് മാത്രം ഇടുന്നുള്ളത്. ലെങ്തി വീഡിയോസ് നമ്മൾ എന്തായാലും ഇടാൻ എന്തെങ്കിലും ഹൗസ് വാമിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. പിന്നെ ഹോം ടൂർ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ പെൻഡിങ്ങിലുണ്ട്. ഒന്ന് റമദാൻ മാസം അല്ല കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഇടാം. വേറൊന്നുമില്ല ഷൈമ എനിക്ക് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബെഡ് ഉപയോഗിച്ചിട്ട്? അടിപൊളി അല്ലേ? അല്ലേ? ഇത് അടിപൊളി സാധനം. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറിച്ചാൽ ഭയങ്കര കല്ലല്ല ഈ സാധനം. ആ ഒരു സ്പ്രിംഗ് ടെക്നോളജി ഉണ്ടല്ലോ നല്ല പോലെ നമുക്ക് എഫക്റ്റ് ആകുന്നുണ്ട്. അടിപൊളി സാധനമാണ്. അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ടതിന്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അപ് ടു 55% ഇപ്പോൾ എമ്മൻ്റെ വെബ്സൈറ്റിൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അഡീഷണൽ ഒരു 15% കൂടി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാബിർ 60 എന്നുള്ള ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ അഡീഷണലി നിങ്ങൾക്ക് ഒരു 15% കൂടി ഓഫർ കിട്ടും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഓക്കെ ബൈ ബൈ. നൊമ്പലം പോയിനാ ഇല്ലേ? ഓക്കെ അപ്പൊ ബൈ ബൈ. അസ്സലാമു അലൈക്കും.